നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. അന്താരാഷ്ട്ര യാത്രക്കാരെ വീണ്ടും പ്രതിസന്ധിയിലാക്കി ഇന്ത്യയുടെ തീരുമാനം. കോവിഡ്-19 പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർത്തിവെച്ച അന്താരാഷ്ട്ര വിലക്ക് വീണ്ടും നീട്ടിയതായി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ വ്യക്തമാക്കി. ഏപ്രിൽ 30 വരെയാണ് നീട്ടിയിട്ടുള്ളത്. എന്നാൽ വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായി സർവീസ് നടത്തുന്ന വിമാനങ്ങൾക്ക് വിലക്ക് ബാധകമാകില്ല. കൂടാതെ അന്തർ സംസ്ഥാന യാത്രകൾ തടയരുത് എന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ പുതിയ നിർദ്ദേശപ്രകാരം കാർഗോ വിമാനങ്ങൾക്കും പ്രത്യേക സാഹചര്യത്തിൽ സർവീസ് നടത്തുന്ന വിമാനങ്ങൾക്കും വിലക്ക് ഉണ്ടാകുന്നതല്ല. രാജ്യത്ത് ദിനംപ്രതിയുള്ള കോവിഡ് കേസുകളിൽ വർധനയുണ്ടായ സാഹചര്യത്തിലാണ് വിലക്ക് നീട്ടിയതെന്നാണ് ലഭ്യമാകുന്ന വിവരം. വിലക്ക് തുടരുമെങ്കിലും 20ഓളം രാജ്യങ്ങളുമായി ഉണ്ടാക്കിയ കരാറിന്റെ അടിസ്ഥാനത്തിൽ അതാത് രാജ്യങ്ങളിലേക്കുള്ള സർവീസ് ഉണ്ടാകുന്നതായിരിക്കും. US, ജർമ്മനി, ഫ്രാൻസ് എന്നിവയടങ്ങിയ 27 രാജ്യങ്ങളിലേക്കാണ് ഇന്ത്യ എയർ ബബിൾ കരാർ ഉണ്ടാക്കിയിരിക്കുന്നത്. 2020 ജൂലൈ മുതലാണ് എയർ ബബിൾ കരാർ അനുസരിച്ചുള്ള വിമാന സർവീസുകൾ ഇന്ത്യ ആരംഭിച്ചത് തന്നെ. ഇതുവഴി നിരവധി യാത്രക്കാരാണ് യാത്ര ചെയ്തു വന്നിരുന്നത്. രാജ്യത്ത് കോവിഡ് കേസുകൾ വർദ്ധിച്ചതിന്റെ പശ്ചാത്തലത്തിൽ 2020 മാർച്ച് 23-നാണ് വിമാന സർവീസുകൾ നിർത്തലാക്കിയത്. രാജ്യത്ത് കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് പല തവണയായി കേന്ദ്ര സർക്കാർ നൽകിയെങ്കിലും അന്താരാഷ്ട്ര വിമാന സർവീസുകളുടെ വിലക്ക് പല തവണയായി നീട്ടുകയാണ് ചെയ്തത്. അതേസമയം കോവിഡ്-19 വൈറസിന്റെ UK, ബ്രസീൽ, ദക്ഷിണാഫ്രിക്കൻ എന്നീ വകഭേദങ്ങളിൽ 795 കേസുകൾ ഇന്ത്യ റിപ്പോർട്ട് ചെയ്തതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. UK, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങളിൽ ജനിതക മാറ്റം സംഭവിച്ച വൈറസ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത്തരത്തിലുള്ള 795 കേസുകൾ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തെ ഉദ്ധരിച്ച് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തു. ഈ സാഹചര്യത്തിലാണ് അന്താരാഷ്ട്ര വിമാനങ്ങളുടെ വിലക്ക് വീണ്ടും നീട്ടിയതെന്നാണ് ലഭ്യമാകുന്ന വിവരം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.